അപ്പോൾ ഹലോ മച്ചന്മാരെ, എസ് പി ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഈ കാണുന്ന ഇതൊരു ഒരു ലൈറ്റാണ്, ഒരു ലേസറിലെ ലൈറ്റാണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ലൈറ്റ് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് വെറും 50 രൂപയ്ക്ക് എടുത്തതാണ്. നമ്മളിത് റീസ്റ്റോറേഷൻ ചെയ്ത് നല്ല കിടുക്കാച്ചി ആക്കിയിട്ടുണ്ട്, വർക്കിംഗ് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളെങ്ങനെയാണ് ഈ കാണുന്ന രീതി ഇത്ര നല്ല അടിപൊളിയാക്കി നമ്മൾ എടുത്തതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാൽ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നുണ്ട്, ഇത് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ അതൊക്കെ വരുന്ന കൂട്ടുള്ള ഒരു ലൈറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എടുത്താണ് വെറും 50 രൂപയ്ക്ക്. അപ്പം ഈ ഒരു ലൈറ്റ് നമ്മൾ ഏകദേശം ഒരു 50 രൂപയ്ക്ക് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എടുത്താണ്, മെയ്ഡ് ഇൻ ചൈന. കണ്ടോ? അപ്പോൾ ഈ ഒരു ലൈറ്റ് ഇത് കത്തത്തൊന്നുമില്ല, ഇതിനെല്ലാം പോയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് സപ്ലൈ കൊടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ ചെളിയെല്ലാം പിടിച്ച് ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതേപോണക്കുള്ള സംഭവമൊക്കെ നമ്മൾ എടുക്കുമ്പം നമ്മൾ മാക്സിമം നമ്മൾ ഗ്ലൗസ് ഇട്ട് വേണം എടുക്കാൻ. കാരണം ഇത് എവിടെയൊക്കെയാണ് കിടന്നത്, എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊരു പിടുത്തവും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് കത്തത്തൊന്നുമില്ല. ഇതിൻ്റെ സ്പീക്കറൊക്കെ ഉണ്ട്, ഇവിടെയായിട്ട് ചെറിയൊരു മ്യൂസിക് പ്ലെയറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് വർക്കിംഗ് അല്ല, നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലൈറ്റിൻ്റെ സ്ക്രൂ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അഴിച്ചിട്ട് വേണം നമുക്കിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ. സ്ക്രൂ എല്ലാം തുരുമ്പ് പിടിച്ചെല്ലാം പോയതാണ്. എല്ലാം കണ്ട മഴയത്തും അവിടെ ഇവിടെ എല്ലാം കിടന്ന് ഫുള്ള് തുരുമ്പാണ്. ഈ ഒരു ബോഡിയെ പിടിച്ചിട്ട് നമ്മുടെ കൈ വരെ അങ്ങ് ഒട്ടുവാണ്. ഗ്ലൗസ് ഇട്ട് വേണം ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് നമ്മൾ ഓപ്പൺ ആക്കി. ഇത്രേ ഉള്ളു കൈ സംഭവം. ഇതുണ്ട്, ഇതാണ് അതിൻ്റെ മെയിൻ സാധനം. ഇതാണ് അതിൻ്റെ ആ ഒരു ലെൻസ് എല്ലാം കണ്ടോ, ഫുള്ള് ചെളിയാണ്. നമുക്ക് മാറ്റി വെക്കാം. ഇതാ അതിൻ്റെ സ്പീക്കർ ഗൈസ്. ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു സ്പീക്കറാണെന്ന് തോന്നുന്നു. ലൈറ്റിൻ്റെ സപ്ലൈ ആണെന്ന് തോന്നുന്നു. ഇത് എവിടുന്നോ പറഞ്ഞു പോയതാണ്. ഇതാണ് ഇതിൻ്റെ പവർ ബോർഡ്. നമുക്ക് ഇതിൻ്റെ കണക്ഷൻ എല്ലാം നമുക്ക് ആദ്യം റിമൂവ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ സ്പീക്കറും കൂടെ നമുക്ക് അഴിക്കാം. സ്പീക്കറൊക്കെ ചെറുതായിട്ട് സ്പീക്കറൊക്കെ ഇതുണ്ട്. ചെറുതായിട്ട് ഇതിൻ്റെ സ്പീക്കറിനൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്. സ്പീക്കറൊക്കെ പോയതായിരിക്കാം, പോയി കാണാൻ വഴിയില്ല. നമുക്ക് ഈ ഒരു മ്യൂസിക് പ്ലെയറും കൂടെ നമുക്ക് ഈ അഴിക്കാം. മ്യൂസിക് പ്ലെയർ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വേണം അഴിക്കാം. നമ്മളിതിൻ്റെ മ്യൂസിക് പ്ലെയർ നമ്മളങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടായി ഇതിൻ്റെ അകത്ത് നമുക്ക് SD കാർഡ്, അതായത് നമ്മുടെ ക്യാമറയ്ക്കകത്തൊക്കെ വരുന്ന കൂട്ടുള്ള വലിയ SD കാർഡാണ് ഇടുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു USB കുത്തി പാട്ട് കേൾക്കാം. അപ്പോൾ ഇത് നല്ലൊരു പ്ലെയർ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം ഇതൊക്കെ വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന്. ഈ ഒരു മെയിൻ സപ്ലൈയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് അഴിക്കാം. അപ്പോൾ ഗൈസ് കണ്ടോ, ഈ കാണുന്ന ഇതാണ് ഇതിൻ്റെ മെയിൻ ബോർഡ്. അതാണ് ഇതിൻ്റെ മെയിൻ സർക്യൂട്ട് ബോർഡാണ്. ഇവിടുന്ന് ഇതിങ്ങോട്ടാണ് നമ്മുടെ 220 വോൾട്ട് AC സപ്ലൈ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ DC സപ്ലൈ ആയിട്ട് മാറി നമ്മുടെ ബോർഡിലോട്ടും LED പോകുന്ന സപ്ലൈയും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ബോർഡ് ഇതിൻ്റെ മെയിൻ ബോർഡാണ്, സപ്ലൈ ബോർഡും. ഈ ഒരു സെക്ഷനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വേണ്ടത്. ഇതിലാണ് നമ്മുടെ ലൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും സാധനം നമുക്ക് നല്ല കഴുകി നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബോഡി നമുക്ക് അങ്ങോട്ട് കഴുകി എടുക്കാം. സോപ്പ് പൊടി ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇതങ്ങോട്ട് കഴുകി അങ്ങോട്ട് വൃത്തിയാക്കാം. നമ്മളിതെല്ലാം കഴുകുന്ന സാധാ സോപ്പ് പൊടി ഇട്ടാണ്. നമുക്കിപ്പം ഷാമ്പുവോ കാർ ഷാമ്പുവോ അങ്ങനെ നമുക്ക് എന്ത് സാധനം ഇട്ട് കഴുകാം. സോപ്പ് ഇട്ടാലും കഴുകാൻ കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ ഉപയോഗിക്കുന്ന സോപ്പ് പൊടിയാണ്. സോപ്പ് പൊടിയിട്ട് കഴിപ്പിച്ച സാധനം നല്ല വെളുത്ത് നല്ല ക്ലിയർ ആകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന സ്പീക്കറും നമ്മളിന്ന് കഴുകുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റീരിയോ ബോർഡ് നമ്മൾ സോപ്പ് പൊടി ഇട്ട് നമ്മൾ നല്ല വൃത്തിക്ക് കഴുകുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ LED ചിപ്പ്. ഈ ഒരു LED ചിപ്പും കൂടെ നമുക്ക് കഴുകി എടുക്കാം. കഴുകി കൊണ്ട് ഇതൊന്നും അടിച്ചൊന്നും പോകത്തൊന്നുമില്ല. ഇത് നല്ല ശരിക്കും ഒന്ന് ഉണങ്ങിയതിന് ശേഷമേ എടുത്ത് കറണ്ടേ കുത്താവുള്ളൂ. കണ്ടോ, ഈ കാണുന്ന കൊണ്ട് നമ്മളിതിൻ്റെ LED ചിപ്പ് നമ്മളങ്ങനെ കഴുകുകയാണ്. നമ്മളങ്ങനെ ഈ കാണുന്ന ഈ ഒരു പവർ ബോർഡ് നമ്മളങ്ങനെ കഴുകി എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങൾ നമ്മളങ്ങനെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന കൊണ്ട് ഇത്ര സാധനം നമുക്കൊന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി നോക്കാം. നല്ല നീറ്റായിട്ടുണ്ട് ഗൈസ്. നല്ല ഗ്ലാസ്സൊക്കെ നല്ല തിളങ്ങുന്നുണ്ട്. കണ്ടോ, അങ്ങനെ ഇരുന്ന സാധനം ഒന്ന് നോക്കി. ഇപ്പോൾ തിളങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉള്ള ഒരു പവർ ബോർഡ് നമ്മളങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്. ഈ ബോർഡ് നല്ല വൃത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കർ LED ചിപ്പാണ്. ഈ കാണുന്നത് ഇതിൻ്റെ മ്യൂസിക് പ്ലെയർ ബോർഡാണ്. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചങ്ങോട്ട് കഴുകുകയാണ്.
ഏറ്റവും അവസാനമായി ഇതിൻ്റെ ക്യാബിനും കൂടെ നമുക്ക് അങ്ങനെ കഴുകാം. ഇത്ര സാധനങ്ങൾ നമ്മൾ നല്ല കഴുകി നല്ല വൃത്തിയാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ നല്ല ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് ഇനി എടുത്ത് കരണ്ടേ കുത്താവുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ പണിയാവും. അപ്പോൾ നമുക്ക് ഇത്ര സാധനങ്ങൾ നമ്മൾ വെയിലത്ത് വെച്ച് നമുക്ക് നല്ല ഉണക്കി നല്ല അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം നല്ല കഴുകി നല്ല വൃത്തിയാക്കി വെച്ച് ഇപ്പം എന്തേ കണ്ടോ, നല്ല ഉണങ്ങി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ടോ നല്ലതായിട്ട് ഉണങ്ങി നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ സ്പീക്കറൊക്കെ കണ്ടോ ഉണങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ LED ചിപ്പും നല്ല ഉണങ്ങിയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഇത് മെയിൻ ബോർഡാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളും ഉണങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു LEDയുടെ ഈ ഒരു വയറിൻ്റെ അത് വിട്ട് കിടപ്പുണ്ടായിരുന്നല്ലോ, ഇനി നമുക്ക് ഈ ഒരു വയറ് ഇനി വിട്ടുപോയ ഈ ഒരു വയറ് നമുക്കിനി ഇങ്ങോട്ട് സോൾഡറിങ് ചെയ്ത് വയറ് നമ്മളങ്ങനെ ഇവിടെ സോൾഡറിങ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്നിടത്തോട്ട് ഇതാണ് ഇതിൻ്റെ സപ്ലൈ. നമുക്ക് ഇങ്ങോട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. ഈ കാണുന്ന തൊട്ട് നമ്മുടെ ഈ ഒരു LEDയുടെ വയർ നമ്മൾ ഈ ഒരു മെയിൻ ബോർഡിലോട്ട് നമ്മളങ്ങനെ കണക്ട് ആക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതെടുത്ത് നമുക്ക് ഇതിലോട്ട് നമുക്ക് ഇനി ഫിറ്റ് ചെയ്ത് വെക്കണം. അതിനു മുന്നേ നമ്മളിനി ചെയ്യാനുള്ളത് ഈ കാണുന്ന ഈ ഒരു മ്യൂസിക് സിസ്റ്റം നമ്മൾ ഇതിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മളിനി ഇതിൻ്റെ അതിന് വെക്കാൻ പോകുന്നില്ല. നമ്മളിനി വെച്ചെന്ന് പറഞ്ഞാൽ നമ്മളിത് പാട്ട് കേൾക്കാനോ ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് നമ്മളിനി ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം നമ്മൾ എടുത്ത് മാറ്റി വെക്കുവാണ്. ഈ ഒരു ഐറ്റം കൊണ്ട് നമുക്കൊരു അടിപൊളി ഒരു MP3 പ്ലെയർ ഉണ്ടാക്കണം. ഇതിന് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതും കൊണ്ട് നമ്മളൊരു അടിപൊളി ഒരു മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകിനും ഉടനെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ബോർഡും ഈ ഒരു ലൈറ്റും നമുക്ക് ഇതിലോട്ട് ഇനി സെറ്റ് ചെയ്ത് എടുക്കാം, എല്ലാം പഴയ പോലെ തന്നെ. അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്കിനി വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ LEDക്ക് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു വയർ വിട്ടുപോയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതായാലും കഴിച്ച് നമ്മുടെ ഭാഗ്യം ഇതിന് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ ലൈറ്റിന് വേറെ കംപ്ലൈൻറ്റ് ഒന്നും വന്നില്ല. നമ്മളങ്ങനെ വേറെ ഒരു AC കോഡ് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തിരുന്ന ഈ ഒരു വയർ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. ഈ ഒരു വയർ നമുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അവിടെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ പുതിയ വയർ നമുക്ക് ഇങ്ങോട്ട് സോൾഡറിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ പുതിയൊരു AC കോഡ് നമ്മളിവിടെ കണക്ട് ചെയ്ത് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത്ര ആയിട്ട് നമുക്ക് ഇതിലോട്ട് നമുക്ക് കണക്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഗൈസ് കണ്ടോ നമ്മുടെ ലൈറ്റിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂടി എടുത്തങ്ങ് അടച്ചങ്ങ് വെക്കാം. നമുക്ക് രണ്ട് സ്ക്രൂവും കൂടെ നമുക്ക് ഇതിൻ്റെ അങ്ങോട്ട് ഇടാം. അപ്പോൾ ഗൈസ് കണ്ടോ നമ്മുടെ ലൈറ്റിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു ഹോള് നമുക്ക് ഇവിടെ ഇങ്ങനെ കിടക്കുവാണ്. ഈ ഒരു ഹോള് നമുക്ക് തൽക്കാലം നമുക്ക് വല്ല ഇൻസ്ട്രക്ഷൻ ടേപ്പോ വല്ലതും വെച്ച് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റിൻ്റെ സപ്ലൈ എടുത്ത് കുത്താൻ വേണ്ടി പോവാണ്. അങ്ങനെ സപ്ലൈ കുത്തി നമ്മുടെ ലൈറ്റ് അങ്ങനെ വർക്കായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട്. പറയുന്നതിനനുസരിച്ച് ഈ ഒരു ലൈറ്റ് കത്തും. കണ്ടോ നമ്മുടെ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് എല്ലാം നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലൈറ്റിൻ്റെ ആ ഒരു വിഷ്വൽ നമുക്കൊന്ന് കാണാം എങ്ങനെ ഉണ്ടെന്ന്. കണ്ട ഗൈസ് നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ലൈറ്റിൻ്റെ കൂടെ നമുക്കൊരു പാട്ടും കൂടെ ഒന്നിട്ട് നോക്കാം. പാട്ടൊക്കെ ഇടുമ്പോൾ ഈ ഒരു ലൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒരു സോങ് നമുക്കൊന്ന് പ്ലേ ആക്കി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഒരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് നമ്മളങ്ങനെ എടുത്ത് പ്ലേ ആക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ലൈറ്റിൻ്റെ അടുത്തോട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം. ആ ഒരു പാട്ടിൻ്റെ അനുസരിച്ചാണ് ഇപ്പോൾ നമ്മുടെ LED ബൾബ് ഇവിടെ വർക്കാകുന്നത്. നമ്മുടെ LED നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഇതേപോലുള്ള വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ല. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള നല്ല അടിപൊളി കിടുക്കാച്ചി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സാനിങ് ഓഫ് ഷിറ്റിൻ ബൈ ടാറ്റ സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.